നമസ്കാരം. പൾസ് എന്ന ആരോഗ്യ പരിപാടിയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ കടന്നു വന്നിരിക്കുന്നത് വേറെ ഒരു അസുഖത്തിന്റെ ഡീറ്റെയിൽസ് അറിയാൻ വേണ്ടിയിട്ടാണ്. നമ്മൾ പൊതുവെ ഒരുപാടടുത്ത് കേൾക്കുന്ന ഒരു അസുഖമാണ് അപ്പൻഡിക്സ് എന്ന് പറയുന്നത്. അതിനെ കുറിച്ചിട്ട് ഇന്ന് വിശദമായി സംസാരിക്കുവാനായി പ്രശസ്തമായ, പ്രത്യേകിച്ചും സൗത്ത് ഇന്ത്യയിലെ പ്രശസ്തനായ ലാപ്രോസ്കോപ്പിക് സർജനായ ഡോക്ടർ വിജിനാണ് നമ്മളോടൊപ്പം ഇതിനെക്കുറിച്ച് വിശദമായി സംസാരിക്കുവാൻ ചെയ്യുന്നത്. നമസ്കാരം ഡോക്ടർ. നമസ്കാരം ഡോക്ടർ. ഈ അപ്പൻഡിക്സ് എന്ന് നമ്മൾ ഒരുപാടടുത്ത് കേൾക്കാറുണ്ട്. പലരും പലരുടെ സംസാരങ്ങളിൽ അപ്പൻഡിക്സ് ഉണ്ട് എന്നൊക്കെ പറയുന്നുണ്ട്. എന്താണ് ഡോക്ടർ അപ്പൻഡിക്സ് എന്ന് പറയുന്നത്? അപ്പൻഡിക്സ് എന്ന് പറഞ്ഞാൽ അതൊരു അവയവമാണ്. യഥാർത്ഥത്തിൽ വലിയ കുടലും ചെറിയ കുടലും, അതായത് നമ്മുടെ ശരീരത്തിലെ വലിയ കുടലും ചെറിയ കുടലും വന്ന് ചേരുന്ന സ്ഥലം, ആ ഒരു സ്ഥലത്തിനടുത്ത് ഒരു മണ്ണിരയുടെ സൈസിന്, അതായത് ഒരു 5-6 സെന്റിമീറ്റർ നീളവും മണ്ണിരയുടെ വണ്ണത്തിന്, അതായത് നമ്മൾ കുടിക്കുന്ന വെള്ളം കുടിക്കുന്ന സ്ട്രോ ഉണ്ടല്ലോ, ആ സ്ട്രോയുടെ സൈസിനുമുള്ള ഒരു അവയവത്തിനെയാണ് അപ്പൻഡിക്സ് എന്ന് പറയുന്നത്. ശ്രദ്ധിച്ച് കേൾക്കണം, അപ്പൻഡിക്സ്. ഇതില് ഇൻഫെക്ഷൻ വരുമ്പോഴാണ് അപ്പൻഡിസൈറ്റിസ് എന്ന് പറയുന്നത്. ഈ അപ്പൻഡിക്സ് എന്ന് പറയുന്ന അവയവം എല്ലാവരിലും ഉള്ളതാണ്. മനസ്സിലായോ? അപ്പൻഡിക്സ് എന്ന് പറയുന്ന അവയവം എല്ലാവരിലും ഉണ്ട്. അതിൽ ഇൻഫെക്ഷൻ വരുമ്പോൾ അപ്പൻഡിസൈറ്റിസ് എന്ന് പറയും. ഡോക്ടർ, ഈ അപ്പൻഡിസൈറ്റിസ് അസുഖം എങ്ങനെ തിരിച്ചറിയാം? അത് എല്ലാ പ്രായക്കാരിലും വരാൻ സാധ്യതയുള്ളതാണ്. അവയവം, അതായത് വലിയ കുടലും ചെറിയ കുടലും വന്ന് യോജിക്കുന്നതിന്റെ അടുത്ത് ഈ ചെറിയ ഒരു ഓർഗൻ ഉണ്ട്. അതാണ് ഈ അപ്പൻഡിക്സ് എന്ന് പറയുന്നത്, ഒരു ട്യൂബുലാർ സ്ട്രക്ചർ. അപ്പൊ അതിനകത്തോട്ട് എന്തെങ്കിലും വന്ന് അടയുകയോ വരെയാകാം, അത് മലം കട്ടിയായ ഭാഗമാവാം, അല്ലെങ്കിൽ അതിലൊരു ആ ഏരിയയിൽ ഇൻഫെക്ഷൻ വരുമ്പോൾ അതിനൊരു ഇൻഫെക്ഷൻ ഉണ്ടാവുക, ആ ഒരു കണ്ടീഷനിൽ അപ്പൻഡിസൈറ്റിസ്. ഇത് പൊതുവെ ചെറുപ്രായക്കാരിലാണ് കൂടുതലും കാണുന്നത്. കുട്ടികളിലും ഒരു 35 വയസ്സ് വരെ 45 വയസ്സ് റെഗുലറായി കാണും. അതായത് 10 പേര് എടുത്തു കഴിഞ്ഞാൽ അതിൽ 9 പേരും ഈ ഒരു ഏജ് ഗ്രൂപ്പിലുള്ളതായിരിക്കും. പ്രായം കൂടുതൽ ഇത് കാണുന്നത് കുറവാണ്, ഇല്ല എന്നല്ല, കുറവാണ്. ആ സമയത്ത് പല കണ്ടീഷൻസ്, ഇപ്പൊ ഞാൻ ഈ പറഞ്ഞ കാരണങ്ങളല്ലാതെ വേറെയും കുറെ കണ്ടീഷൻസ് നമ്മൾ ചെക്ക് ചെയ്യേണ്ടതുണ്ട്. എന്തുകൊണ്ട് അത് വന്നു നമുക്ക് സിമ്പിളായി കാണാൻ പറ്റത്തില്ല. ഡോക്ടർ, അത് ഏതൊക്കെ പ്രായക്കാരിലാണ് അപ്പൻഡിസൈറ്റിസ് വരുന്നതെന്ന് ഡോക്ടർ വിശദമാക്കി. അതിന്റെ ലക്ഷണങ്ങൾ എന്തൊക്കെയായിരിക്കും? ഇതിന്റെ ലക്ഷണങ്ങൾ എന്ന് പറഞ്ഞാൽ പൊതുവെ കോമൺ ആയി കാണുന്ന ലക്ഷണം എന്ന് പറഞ്ഞാൽ വലതുവശത്ത്, അതായത് അടിവയറില് പൊക്കിളിന്റെ വലതുവശത്തായിട്ട് വേദന ഉണ്ടാകുന്നതാണ് അപ്പൻഡിസൈറ്റിസ്. അതാണ് കോമൺ ആയിട്ടുള്ള ലക്ഷണം. അത് മാത്രമാണോന്നില്ല, ചിലവർക്ക് ഛർദി, ഈ വേദന ചെറുതായിട്ടേ കാണുള്ളൂ, അതിന്റെ കൂടെ ഛർദിൽ വരാം, അല്ലെങ്കിൽ ലൂസ് മോഷൻ വരാം ഒരു എപ്പിസോഡ്. അതായത് ഈ 3-4 ഈ പൊതുവെ വരുന്നവർ പറയും, ഡോക്ടറെ വയറിന്റെ വലതുവശത്ത് വേദന ഇന്നലെ തുടങ്ങി, അതിൻ്റെ കൂടെ ഒരു എപ്പിസോഡ് ലൂസ് സ്റ്റൂൾ ഉണ്ടായിരുന്നു, അതിൻ്റെ കൂടെ ഛർദിച്ചു, മനം മറിക്കുന്നു, ഇങ്ങനെയൊക്കെയുള്ള ലക്ഷണങ്ങളാണ് പറയുന്നത്. ഇതിൽ ഏതെങ്കിലും ഒരു കണ്ടീഷൻ ആയിരിക്കാം, ഒരു ലക്ഷണമായിരിക്കാം പറയുന്നത്. നമുക്ക് എല്ലാം വയറിന്റെ വലതുവശത്ത് വരുന്ന വേദന എല്ലാം അപ്പൻഡിക്സ് ആയി കാണാൻ പറ്റത്തില്ല. ഇപ്പൊ സ്ത്രീയാണോ പുരുഷനാണോ എന്ന് നമ്മൾ ആദ്യം നോക്കുക. അപ്പൊ വലതുവശത്ത് വരുന്ന വേദന കൂടുതലും പുരുഷന്മാരിലാണെങ്കിൽ അത് നമ്മൾ കോമൺ ആയി ആദ്യമേ കയറി അപ്പൻഡിക്സ് ആണെന്ന് ചിന്തിക്കാൻ പാടില്ല. അത് ഒന്നീ കല്ലായിരിക്കാം, മൂത്രത്തിലെ കല്ലായിരിക്കാം, അല്ലെങ്കിൽ രണ്ടാമത് വരേണ്ടത് അപ്പൻഡിക്സിന്റെ ലക്ഷണം. ഇതാണ് ആണുങ്ങളിൽ പൊതുവെ കാണുന്നത്. ഇത് രണ്ടും കാറ്റഗറൈസ് ചെയ്യുമ്പോൾ ഫസ്റ്റ് വെക്കും. സ്ത്രീകളിലാണെങ്കിൽ ഇത് മാത്രമല്ല, ആണുങ്ങൾ ഇതിന്റെ കൂടെ യൂറിനറി ഇൻഫെക്ഷനും ആവാം. സ്ത്രീകളിലാണെങ്കിൽ നമ്മൾ ഒന്ന് നോക്കുന്നത് അപ്പൻഡിക്സ് ആണോ എന്ന് നോക്കാം, രണ്ടാമത് അത് കല്ലാവാം, മൂന്നാമത് യൂറിന്റെ ഇൻഫെക്ഷൻ ആവാം, അല്ലെങ്കിൽ അണ്ഡാശയവുമായി ബന്ധപ്പെട്ടതും ആവാം. അതിനും ഇതേപോലെ വലതുവശത്തും അല്ലെങ്കിൽ വലതുവശത്ത് വേദനയും വരാം, ഛർദിലും വരാം. അപ്പൊ നമുക്ക് വീട്ടിലിരുന്ന് എല്ലാവർക്കും വയറുവേദന എന്ന് പറഞ്ഞാൽ അപ്പൻഡിക്സ് എന്ന് പറഞ്ഞാൽ നമുക്ക് തള്ളിക്കളയാൻ പറ്റില്ല, ആണെന്ന് വിചാരിക്കാൻ പാടില്ല. അത് വളരെ സിമ്പിളായ യൂറിൻ ഇൻഫെക്ഷൻ ആവാം, കല്ലായിരിക്കാം. പക്ഷെ ഇത് നമ്മൾ തിരിച്ചറിയാം. ഇത് കണ്ടു കഴിഞ്ഞാൽ ഞങ്ങളുടെ അടുത്ത് വന്നു കഴിഞ്ഞാൽ ആദ്യം നമ്മൾ തൊട്ട് നോക്കുമ്പോൾ അവിടെ വേദന വരും. എല്ലാത്തിലും ഈ പറഞ്ഞ എല്ലാ കാര്യത്തിനും ഈ വേദന വരും. എന്നാൽ അപ്പൻഡിക്സിന്റെ ആണോ എന്ന് വേർതിരിക്കുന്നെങ്കിൽ ഇത് കഴിഞ്ഞ ഉടനെ തന്നെ ഒരു അൾട്രാസൗണ്ട് സ്കാനിങ് ചെയ്ത് നോക്കാം. ഒരു യൂറിൻ ടെസ്റ്റ്, അതായത് ഒരു സ്കാനിങ് ചെയ്യണം, അതിന്റെ കൂടെ ഒരു യൂറിൻ ടെസ്റ്റ് ചെയ്യണം, ബ്ലഡ് ടെസ്റ്റ് ചെയ്യണം. അപ്പൊ ഇതിൽ 3-ലും നമുക്ക് ഇതിന്റെ ഓരോ ഐഡിയാസും കിട്ടും. അതായത് ഇൻഫെക്ഷന്റെ അളവ് ബ്ലഡിൽ അറിയാൻ പറ്റും. യൂറിൻ ടെസ്റ്റ് ചെയ്യുന്നതിൻ്റെ കൂടെ കല്ലാണെങ്കിൽ അതിൽ രക്തത്തിന്റെ അംശം കാണും, കല്ലിന്റെ പൊടി കിട്ടും, അല്ലെങ്കിൽ യൂറിനിൽ ബാക്ടീരിയ ഉണ്ടെങ്കിൽ അതും കിട്ടും. അപ്പൊ യൂറിന്റെ ഇതിലായി. പിന്നെ സ്കാനിങ്. ഇത് 3 ഏതിലെങ്കിലും 2 നമുക്ക് ഫൈൻഡിങ് കിട്ടും. അതോടെ നമുക്കിത് കല്ലാണോ അപ്പൻഡിക്സ് ആണോ അതോ വേറെ വല്ല വിഷയമാണോ
തിരിച്ചറിയാൻ പറ്റും. അപ്പൊ ഒരാൾ പറഞ്ഞെന്ന് പറഞ്ഞ് നമുക്ക് അതിൻ്റെ കൂടെ ഉടനെ അത് അപ്പൻഡിക്സ് ആണ് എന്ന് പറയാൻ പറ്റത്തില്ല. ചിലവർ വയറുവശം അടിവയറ് വേദന വന്ന് പറയുകയും ചെയ്യും, അതിൻ്റെ കൂടെ മൂത്രം ഒഴിക്കുമ്പോൾ തരിപ്പും കൂടെ ഉണ്ടെന്ന് പറയും. അങ്ങനെയാണെങ്കിൽ അപ്പൻഡിക്സ് ആവാനുള്ള ചാൻസ് വളരെ കുറവാണ്. അല്ല കല്ലിൻ്റെ ആവും, അല്ലെങ്കിൽ യൂറിൻ്റെ ഇൻഫെക്ഷൻ ആവും. അപ്പൊ അത് നമ്മൾ ഉടനെ ഒരു ലക്ഷണം കണ്ടാൽ ഉടനെ തന്നെ വച്ചുകൊണ്ടിരിക്കാതെ ഉടനെ തന്നെ ഹോസ്പിറ്റലിൽ പോയി ഒരു നല്ലൊരു സർജനെ കാണിച്ച് അതിന് ഉടനെ തന്നെ അത് എന്താണെന്ന് കണ്ടുപിടിച്ച് അതിന് ഉടനെ പ്രതിവിധി ചെയ്യേണ്ടത് 100% ആവശ്യമാണ്. ഡോക്ടർ, ഈ അപ്പൻഡിക്സിന്റെ ലക്ഷണങ്ങളെല്ലാം ഡോക്ടർ ഇപ്പൊ വിശദമായിട്ട് പറഞ്ഞു. ഡോക്ടർ, ഇതിന്റെ ചികിത്സകൾ എന്താണ്? ചിലർ പറയാറുണ്ട് മരുന്ന് കഴിച്ചങ്ങ് മാറിയെന്ന്. ശരിക്കും മരുന്നിൽ മാത്രം മാറുന്ന ഒരു അസുഖമാണോ അത്, അതോ ഇതിന് വേറെ സർജിക്കലായിട്ടുള്ള എന്തെങ്കിലും പ്രൊസീജിയേഴ്സ് ഉണ്ട്? യഥാർത്ഥ ചികിത്സ അത് ഇൻഫെക്ഷൻ ആയി കഴിഞ്ഞാൽ അതിനെ എടുത്ത് മാറ്റുക തന്നെ വേണം. അതായത് അപ്പൻഡിക്സിന്റെ ആ അവയവം ഇൻഫെക്ഷൻ ആയി കഴിഞ്ഞാൽ അത് പഴുക്കാൻ തുടങ്ങും. അതാണ് അപ്പൻഡിക്സ് പഴുത്ത് പൊട്ടി എന്നൊക്കെ ഒത്തിരി പറയുന്നത്. ഈ ഇൻഫെക്ഷൻ നിൽക്കാൻ പറ്റാതെ ആകുമ്പോൾ അതങ്ങ് പഴുത്ത് പൊട്ടുമ്പോൾ അതായത് ഈ കുടല്, വലിയ കുടലും ചെറിയ കുടലും യോജിക്കുന്നതിന്റെ അടുത്താണ് ഈ അപ്പൻഡിക്സ് ഇരിക്കുന്നത്. അതുവഴി ഈ പഴുത്ത് പൊട്ടിയുമ്പോൾ അതൊരു ഹോളായി മാറും. അതുവഴി കുടലിനകത്തുള്ള മലം വരെ വയറിന് അകത്തോട്ട് ചാടും. മനസ്സിലായോ? അപ്പൊ ഈ മരുന്നിൽ ഇപ്പൊ നേരത്തെ പറഞ്ഞു, മരുന്നിൽ എങ്ങനെ ഇപ്പൊ ഇതില് കാരണങ്ങൾ ഞാൻ കുറച്ച് നേരത്തെ ഇതിൽ വന്ന എന്തെങ്കിലും അപ്പൻഡിക്സിനകത്ത് വന്ന അടയാം എന്ന് പറഞ്ഞായിരുന്നു. ഒന്നീ വരയാവാം, അല്ലെങ്കിൽ മലം കട്ട പിടിച്ചതാവാം. അത് ഈ സ്കാൻ ചെയ്യുന്ന സമയത്ത് നമുക്ക് അറിയാൻ പറ്റും എന്തുകൊണ്ടാണ് ഈ അപ്പൻഡിക്സ് വന്നത്. അത് വന്ന് അടഞ്ഞതാണോ, അതോ അടയാതെ ചെറിയ ഈ വലിയ കുടലിന്റെയൊക്കെ ഭാഗമായിട്ടുള്ള ഇൻഫെക്ഷൻ ആണോ? അങ്ങനെ വലിയൊരു കുടലിന്റെ ഭാഗമായിട്ടുള്ള ഇൻഫെക്ഷൻ ആണ്, ഒന്നും അടവില്ലാത്തതാണെങ്കിൽ ചിലവർക്ക് മരുന്ന് കൊടുക്കുമ്പോൾ സെറ്റിലാവും. അതെപ്പോഴും ആവണമെന്നില്ല. സെറ്റിലായി കഴിഞ്ഞാലും അടുത്തൊരു 2-3 മാസത്തിലോ അത് എപ്പോഴും വേണോ, റിക്കറൻസ് ഉടനെ വരാം. അപ്പൊ എപ്പോഴും അപ്പൻഡിക്സ് കണ്ടു കഴിഞ്ഞാലും അത് ഉടനെ സർജറി ചെയ്യുന്നതാണ് നല്ലത്. ഇപ്പോൾ ഒരു എമർജൻസി ആയി, ഇപ്പൊ ചോദിച്ചതുപോലെ ഇപ്പൊ ഇന്ന് എക്സാമിന് പോകണം, 10th അല്ലെ ഏതെങ്കിലും ഒരു എമർജൻസിയാണ്, നമുക്ക് അവോയ്ഡ് ചെയ്യാൻ പറ്റാത്തതാണ് എങ്കിൽ എന്ത് ചെയ്യുക? അപ്പൊ തന്നെ ഡോക്ടറിനെ കാണിച്ചിട്ട് അന്നത്തേക്ക് ഒരു എക്സ്ക്യൂസ് ആയിട്ട് മരുന്ന് കഴിച്ചിട്ട് ഒന്ന് കൺട്രോൾ ചെയ്യാൻ നോക്കുക. അല്ലാത്ത പക്ഷം എന്ന് പറഞ്ഞാൽ കൺട്രോൾ ചെയ്യാൻ നോക്കുക എന്ന് പറഞ്ഞാൽ ആ ഒരു എക്സാമോ അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും ഒരു കാര്യത്തിന്, കാരണം എക്സാമിന്റെ കാര്യം പൊതുവെ പറഞ്ഞെന്താണ്, ഇത് കുട്ടികളിലാണ് കൂടുതൽ കാണുന്നത് എന്ന് പറഞ്ഞതുകൊണ്ടാണ്. അല്ല, നമുക്ക് മാറ്റിക്കൂടാൻ പറ്റാത്ത എന്തെങ്കിലും ആണെന്നെങ്കിൽ അത് ആ ഒരു സിറ്റുവേഷൻ മാറാൻ വേണ്ടി മാത്രം മരുന്നെടുത്ത് നോക്കുക അന്നത്തേക്ക്. അത് കഴിഞ്ഞിട്ട് ഉടനെ സർജറിനെ കണ്ട് സർജറി തന്നെ ചെയ്യണം. അത് ചിലവർക്ക് ഇപ്പൊ നേരത്തെ പറഞ്ഞ പോലെ മരുന്ന് കൊടുത്ത് മാറി. അത് ഈ കുടലിന്റെ ഭാഗമായിട്ടുള്ള ഇൻഫെക്ഷൻ ഉള്ളവർക്ക് മാത്രമേ അങ്ങനെ മാറുള്ളൂ. അല്ലാത്തവർക്ക് മരുന്ന് കൊടുത്തിട്ടും കുറയാതെ പൊട്ടി പിന്നെ അവസാനം സർജറി ചെയ്യേണ്ടി വന്നു, പഴുപ്പ് വയറിൽ നിന്ന് വാഷ് ചെയ്തെടുക്കേണ്ടി വന്നു, ട്യൂബ് ഇട്ടെന്ന് പറയുന്നതെല്ലാം ഇതുകൊണ്ടാണ്. അപ്പൊ സർജറിയാണ് അതിന്റെ ഒരു ഓപ്ഷൻ. മരുന്നിൽ നമ്മൾ ശ്രദ്ധിക്കില്ലേ. ഇപ്പൊ ഒരു ഡോക്ടറിന്റെ അടുത്ത് പോകുമ്പോൾ അതൊരു സർജൻ, ചിലപ്പോൾ എവിടെയെങ്കിലും അപ്പൻഡിക്സ് ആയ ഒരു കണ്ടീഷൻ നമുക്ക് ആയി കഴിഞ്ഞാൽ ആ സമയത്ത് നമുക്കൊരു സർജനെ കാണാൻ പറ്റത്തില്ലായിരിക്കും. അപ്പൊ ഒരു ഫിസിഷ്യനെയോ അല്ലെങ്കിൽ വേറെ ഡോക്ടറിനെ ആയിരിക്കും കാണുന്നത് ജനറൽ. അവർക്ക് സർജറി ചെയ്യാൻ പറ്റത്തില്ല. അപ്പൊ അവർക്ക് ഇത് പൊട്ടാതിരിക്കാൻ വേണ്ടി ഉടനെ മരുന്ന് തരും. പൊട്ടാതിരിക്കാനല്ല, ഇൻഫെക്ഷൻ കൂടാതിരിക്കാൻ വേണ്ടി ഒരു ആന്റിബയോട്ടിക്കും അതിന്റെ കൂടെയുള്ള തന്നിട്ട് അവര് തന്നെ പറയും വച്ചോണ്ടിരിക്കല്, വേദന കൂടുക, ഉടനെ തന്നെ സർജനെ കാണിക്കുന്നു എല്ലാ ഡോക്ടേഴ്സും പറയും. അത് എന്തുകൊണ്ടാണ്? ഇതാണ്, അത് എഫക്റ്റ് ആവണമെന്നില്ല. അപ്പൊ അത് സർജനെ തന്നെ കാണിച്ച് സർജറി തന്നെയാണ് അതിന്റെ ഒരു സൊല്യൂഷൻ. അപ്പൻഡിക്സ് ആണെന്ന് ഉറപ്പിച്ചു കഴിഞ്ഞാൽ. ഡോക്ടർ ഇത്ര നേരം പറഞ്ഞല്ലോ, ഇതിനകത്ത് സർജറി കൊണ്ട് നമുക്ക് ഈ അസുഖം മാറ്റാമോ? ഡോക്ടർ, ഇതൊരു വലിയ സർജറിയാണോ അതൊരു മൈനർ സർജറിയാണോ? അതല്ല, ഈ സർജറി കഴിഞ്ഞാൽ ഭാവിയിൽ ഇവർക്ക് എന്തെങ്കിലും ഇതിന്റെ ആഫ്റ്റർ എഫക്ട്സ് വരാൻ സാധിക്കും? ഇത് സീരിയസ് സർജറി ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത് തുടക്കത്തിൽ തന്നെ, അതായത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ വയറിൽ വേദന വന്നു, ഉടനെ ഡോക്ടറിനെ വന്ന് കാണിച്ചു, ഇത് അപ്പൻഡിക്സ് എന്ന് പറഞ്ഞു. അത് നമ്മൾ അപ്പൻഡിക്സ് എന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ ഇത് എങ്ങനെയാ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ നമ്മൾ പൊതുവേ ചെയ്യുന്നത് കീ ഹോളിലാണ് ചെയ്യുന്നത്. അതായത് പൊക്കിളിന്റെ അടുത്തോ അല്ലെങ്കിൽ സൈഡിന്റെ അടുത്തോ ഒരു ചെറിയ 1 സെന്റിമീറ്ററിന്റെ ഹോളുകൾ ഇട്ട് അകത്ത് ചെല്ലും. അകത്ത് ക്യാമറയായിട്ട് ചെന്നിട്ട് ഈ കുടലിന്റെ, വലിയ കുടലും ചെറിയ കുടലും യോജിച്ചിരിക്കുന്നതിന്റെ ജോയിനിങ് ഏരിയയുടെ അടുത്താണ് ഈ അവയവം ഇരിക്കുന്നത്. അതിനെ എടുത്ത് പൊക്കിയിട്ട് ആ കണക്ഷനെ കെട്ടും. അതായത് സെപ്പറേറ്റ് ചെയ്യാൻ വേണ്ടി അതിൽ നിന്ന് സെപ്പറേറ്റ് ചെയ്ത് ഒരു നൂലിട്ട് കെട്ടിയിട്ടാണ് അതിനെ സെപ്പറേറ്റ് ചെയ്ത് മാറ്റുന്നത്. അതായത് അതൊരു ട്യൂബുലാർ സ്ട്രക്ചർ ആണെന്ന് നേരത്തെ പറഞ്ഞായിരുന്നു. അപ്പൊ ആ അവയവം പൊട്ടിക്കഴിഞ്ഞാൽ അഥവാ അത് പഴുത്താൽ, ഇപ്പൊ ഈ വന്ന് കണ്ട് സർജറി ചെയ്യാതിരുന്നാൽ അത് പഴുത്ത് പൊട്ടും എന്ന് ഞാൻ പറഞ്ഞു. ആ പഴുത്ത് പൊട്ടുമ്പോൾ അതൊരു ഓസ് പോലത്തെ ഒരു സ്ട്രക്ചറാണ്. അതുവഴി മലം, ആ കുടലിനകത്തുള്ള മലം പുറത്തോട്ട് വരും. അത് വരാതിരിക്കാൻ വേണ്ടി അത് പൊട്ടിക്കഴിഞ്ഞാൽ, അപ്പൊ നമ്മൾ ഇത് സർജറി ചെയ്യുന്ന സമയത്ത് അതിനെ അവിടെ നൂലുകൊണ്ട് കെട്ടും.
കെട്ടിയിട്ടാണ് ഇതിനെ കട്ട് ചെയ്ത് മാറ്റുന്നത്. കട്ട് ചെയ്ത് മാറ്റാതെ ഇപ്പോൾ നിങ്ങൾ പറഞ്ഞ പോലെ സർജറി ചെയ്തില്ലെങ്കിൽ അത് പഴുത്ത് പൊട്ടി വയറിൽ ഫുൾ ഇൻഫെക്ഷനായി അത് സെപ്സിസ് എന്നുള്ള ഒരു കണ്ടീഷനോ. ചിലവര് വയറുവേദനയായി ഡോക്ടറിനെ കാണിക്കാതെ ഏതെങ്കിലും മെഡിക്കൽ സ്റ്റോറിലോ എവിടെയെങ്കിലും പോയി മരുന്ന് മേടിച്ച് അല്ലെങ്കിൽ വീട്ടിലിരിക്കുന്ന മരുന്ന് കഴിച്ച് കുറച്ച് പെയിൻ കില്ലർ മാത്രം കഴിച്ച് ആദ്യം ഒരു 5-6 ദിവസം വെച്ചേക്കും. അങ്ങനെ വെക്കും, പിന്നെ സഹിക്കാൻ പറ്റാത്ത വേദനയായിരിക്കും ഹോസ്പിറ്റലിൽ വരുന്നത്. ആ കണ്ടീഷനെ സീരിയസ് ആയി. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തുടക്കത്തിലാണെങ്കിൽ ഈ വളരെ സിമ്പിൾ ആയി പറഞ്ഞു, ആ വിര പോലത്തെ സ്ട്രക്ചറിനെ എടുത്ത് പൊക്കുന്നു, കെട്ടുന്നു, എടുത്ത് സെപ്പറേറ്റ് ചെയ്ത് മാറ്റി കളയുന്നു. ഇത് ചെയ്യാതിരുന്ന് ഒരു 5-6 ദിവസം കഴിയുമ്പോൾ ഇത് പൊട്ടിക്കഴിയുമ്പോൾ സെപ്സിസ് എന്നുള്ള ഒരു കണ്ടീഷൻ ആവുകയാണ്. അതായത് മലം വയറിനകത്ത് തന്നെ എല്ലായിടത്തും മലവും പഴുപ്പും കൂടെ മിക്സ് ആയി കിടക്കും. ആ സമയത്ത് ഈ കീഹോളിൽ തന്നെ ആയിരിക്കും 99% ചെയ്യുന്നത്. ചെയ്യാൻ പറ്റാത്ത കണ്ടീഷൻസും ഉണ്ട്. അതായത് അപ്പൊ അകത്ത് ചെന്ന് കഴിഞ്ഞിട്ട് ഈ അഴുകിപ്പോയതിന്റെ ബാക്കി എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിനെ എടുക്കുകയും ചെയ്യും. ഇത് മൊത്തം വാഷ് എന്ന് പറഞ്ഞാൽ നമ്മൾ സലൈൻ ഒഴിച്ച് ഇതിനെ വയറിനകം മൊത്തം ക്ലീൻ ചെയ്തിട്ട് ബാക്കി വേസ്റ്റ് വരാൻ വേണ്ടി ഒരു ട്യൂബ് വരെ ഇട്ട് വെക്കും. അതായത് വയറിനകത്തുള്ള വേസ്റ്റ് വരാൻ വേണ്ടി ഈ സർജറി ചെയ്ത് കഴിഞ്ഞിട്ട് ട്യൂബ് ഇട്ട് വെച്ച് ഭക്ഷണവും തരാതെ വെക്കുകയും ചെയ്യും. അതേപോലെ ഹെവി ഡോസ് ആന്റിബയോട്ടിക്സ് വരെ തരേണ്ടി വരും. കാരണം ഈ പഴുപ്പ് ബാക്കിയുള്ളത് പുറത്തു വരണം. ആ ഒരു കണ്ടീഷൻ സിക്ക് ഭയങ്കര സീരിയസ് ആണ്. അത് ചെയ്തില്ല, അതാണ് ഞാൻ പറഞ്ഞത്. വളരെ സിമ്പിളുമാണ്, ഇപ്പൊ ഭയങ്കര അപകടകരമാണ്. ഇപ്പൊ നേരത്തെ പറഞ്ഞതുപോലെ മരുന്ന് കഴിച്ച് സെറ്റിലായി എന്ന് പറഞ്ഞു. സെറ്റിലായില്ലെങ്കിൽ പഴുക്കുകയാണ് ചെയ്യുന്നത്, പൊട്ടുകയാണ് ചെയ്യുന്നത്. പൊട്ടിക്കഴിഞ്ഞാൽ ഇതാണ് സിറ്റുവേഷൻ. അപ്പൊ വളരെ സിമ്പിളായി അവനെ എടുത്ത് കളയുകയും ചെയ്യാം. അത് പൊട്ടിക്കഴിഞ്ഞാൽ ഇത്രയും സീരിയസ് ആണ്. അത് ചില കൊച്ചുകുട്ടികളിലൊക്കെ അറിയാൻ പറ്റാതെ ഇവര് ഹോസ്റ്റലിലൊക്കെ നിന്ന് അവിടെ നിന്നിട്ടേ ഇതൊക്കെ മോശമായി കഴിഞ്ഞിട്ട് വരുന്ന സിറ്റുവേഷൻസ് ഉണ്ട്. ആ സമയത്ത് ഭയങ്കര സീരിയസ് ആവും, വെന്റിലേറ്റർ വരെ ആവാറുണ്ട്. കാരണം ഫുൾ ബ്ലോൺ ഇൻഫെക്ഷൻ ആവും. ഇതേപോലെ ഡയബറ്റീസ് ഉള്ളവർക്ക് ഞാൻ നേരത്തെ പറഞ്ഞു, കൊച്ചുകുട്ടികളിലല്ലാതെ പ്രായമായവരിലും ഉണ്ടാവാറുണ്ട്. ആ പ്രായമായവരിലാണെങ്കിൽ ഡയബറ്റീസ് ഉള്ളവർക്ക് ഈ വേദന പെട്ടെന്ന് അറിയാൻ പറ്റത്തില്ല. അത് പൊട്ടിക്കഴിഞ്ഞിട്ടായിരിക്കും അറിയുന്നത്. അപ്പൊ ഡയബറ്റിക് ആയിട്ടുള്ളവർക്ക് കിഡ്നിക്ക് പ്രശ്നം കാണാം, ഷുഗറിന്റെ പ്രശ്നം ഉള്ളത് കൊണ്ട് ഇൻഫെക്ഷൻ പെട്ടെന്ന് കൂടാം. അവർ ഫുൾ ബോൺ മൾട്ടി ഓർഗൻ ഡിസ്ഫങ്ഷൻ വരെ പോകാറുണ്ട്. അതായത് മൊത്തം കിഡ്നിയെ ബാധിക്കും, ഹാർട്ടിനെ ബാധിക്കും, എല്ലാത്തിനെയും. ആ ഒരു സീരിയസ് കണ്ടീഷനാണ്. നമുക്ക് അപ്പൻഡിസൈറ്റിസിനെ വളരെ സിമ്പിളായി കാണാൻ പറ്റത്തില്ല. അതിനെ ഉടനെ തന്നെ അതിന് പ്രതിവിധി ഉണ്ടാക്കിയേ പറ്റുള്ളൂ. ഡോക്ടർ, ഈ അപ്പൻഡിസൈറ്റിസിന്റെ ചികിത്സകൾ, ഡോക്ടർ സർജറിയും ഇതെല്ലാം പറഞ്ഞു കഴിഞ്ഞു. ഇത് വരാതിരിക്കാനായിട്ട് നാം എന്താണ് ശ്രദ്ധിക്കേണ്ടത്? അതായത് വരാതിരിക്കാനെന്ന് പറഞ്ഞാൽ ഞാൻ ഈ പറഞ്ഞില്ലേ, യങ് ഏജിൽ കൂടുതൽ കാണുന്നത്. ആ യങ് ഏജ് കൂടെ നമ്മൾ ജങ്ക് ഫുഡ്, അതായത് പുറത്തുള്ള ഭക്ഷണം, ബേക്കറി ഐറ്റംസ്, നൂഡിൽസ്, ഇങ്ങനത്തെ കാര്യങ്ങൾ കൂടുതൽ കഴിക്കുന്ന കുട്ടികളിലാണ് ഈ അപ്പൻഡിസൈറ്റിസ് കൂടുതലും കാണുന്നത്. എന്ന് പറഞ്ഞ് ബാക്കിയുള്ളവരിൽ കാണുന്നില്ല എന്നല്ല, അത് ആരിലും വരാം. പക്ഷെ ഇങ്ങനത്തെ കൂടുതൽ കഴിക്കുന്നവരിൽ കൂടുതൽ കാണുന്നുണ്ട്. അതായത് ജങ്ക് ഫുഡ് ഒന്നും കഴിക്കാതിരിക്കുക, പിന്നെ വരാതിരിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കുക. ഡോക്ടർ, ഇപ്പൊ എന്തായാലും ഡോക്ടർ അപ്പൻഡിസൈറ്റിസിന്റെ ചികിത്സകളും അത് എങ്ങനെയാണ് വരുന്നത് അവോയ്ഡ് ചെയ്യുക എന്നുള്ളതും അതിന്റെ വിശദമായ കാര്യങ്ങൾ ഡോക്ടർ നമ്മുടെ കൂടെ പങ്കുവച്ചു. വളരെ നന്ദി ഡോക്ടർ.